ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരമുണ്ട്. രാവിലെ ഞങ്ങൾ ഈ പറമ്പിൽ വന്നാണ് പയറൊക്കെ നട്ടേക്കണത്. എല്ലാം കാണിക്കുകയാണ്. വൈഫ് ഇവിടെ പയർ പറിക്കണു. देखो ഇത് കണ്ടോ? എൻ്റെ മോനെ എനിക്ക് തിരിച്ചു വിളിക്കാൻ പൈസ ഇല്ലാതെ ഫോണിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ വിളിച്ചില്ല. ജിബിച്ചേട്ടനോട് പറഞ്ഞില്ല. ജിബിച്ചേട്ടൻ ഇന്ന് വന്നില്ലായിരുന്നു. പിന്നെ വൈകുന്നേരമായി പിന്നെ വന്നത്. അതാണ് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അത് ഇപ്പൊ നൈസ് അറിയുന്ന ആളായിരുന്നോ? അറിയുന്ന ആളായാലും എനിക്ക് സൗകര്യം കിട്ടിയില്ല പറയാനായിട്ട്. തിരക്കായിരുന്നു. പിന്നെ വൈകിയ വന്നു കൊടുക്കാനും ചോദിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല മാത്രം. ഇത് കണ്ടോ? ഇത്രയും പയർ ഇവിടെ ഡെയിലി രാവിലെയും വൈകുന്നേരവും വരാനൊക്കത്തില്ല. ഞായറാഴ്ച മാത്രമാണ് വരാനൊക്കണുള്ളൂ. എല്ലാ ഞായറാഴ്ച ദിവസവും ഞങ്ങൾ വരും. ഞാനും വൈഫും കൂടി എല്ലാ ഞായറാഴ്ച ദിവസങ്ങളും വന്ന് പയർ പറിച്ചെടുക്കും. പിന്നെ എൻ്റെ വീട് തറവാട് അവിടെയാണ്. അവിടെയൊക്കെ തോടാണ് പറയുന്നത്. അതിലെല്ലാം തോടാണ്. ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാൽ അവിടെ ഒരു സ്കൂളുണ്ട്. ഇതൊക്കെ നേരത്തെ വെള്ളമൊക്കെ കയറുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറണതാണ്. ഇതൊരു തോടാണ്. മഴക്കാലത്ത് മുകളിൽ നിന്ന് വെള്ളം വരും. ഒത്തിരി വെള്ളം വരും മുകളിൽ നിന്ന്. പിന്നെ ഇപ്പോൾ കനാലിക്കടെ വെള്ളം വരുമ്പോൾ ഇങ്ങോട്ട് വരും. കൂടുതലായിട്ട് നിറഞ്ഞു വരും. അത്യാവശ്യം ഇതെല്ലാം നനയ്ക്കാൻ കോരി ഈ തോട്ടിൽ നിന്ന് വെള്ളം കോരി ഈ പയറിട്ട് ഒഴിക്കും. ഈ പയറിലേക്കൊക്കെ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പറിക്കാനുള്ളതാണ്. ഈ അരുവും വഴി ഞങ്ങൾ പയറിനകത്തേക്ക് തോട്ടിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് നനയ്ക്കും. ഡെയിലി വരാൻ പറ്റില്ല. അവിടെയാണ് വീട്. അനിയനുണ്ട്. അനിയന് സമയം കിട്ടണില്ല. പിന്നെ ഇവിടെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. തെങ്ങൊക്കെ ഉണ്ട്. തേങ്ങയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ വളത്തിൻ്റെ കുറവ് കാരണം കൊണ്ട് തേങ്ങ കുറവാണ്. വളം നിൽക്കില്ല. വെള്ളം ഇട്ട് കഴിഞ്ഞാൽ തന്നെ വെള്ളം നിറഞ്ഞ് മുഴുവൻ പോകും. ഇപ്പോൾ ഞാനിവിടെ വെക്കാൻ പോകുന്നത് പ്ലാൻ തൈ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തോടെയും പ്ലാൻ തൈ വെക്കുകയാണ്. ബഡിൻ്റെ പ്ലാൻ തൈ മേടിച്ചു കൊണ്ടുവന്ന് ബഡിൻ്റെ പ്ലാൻ തൈ അവിടെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്. ഓരോന്നേ കാച്ചു തുടങ്ങി. പിന്നെ മാന്തൈ വെച്ചിട്ടുണ്ട്. മാന്തൈ കുറേ വെച്ചിട്ടുണ്ട്. മാന്തൈയൊക്കെ എന്ന് വെച്ചാൽ 3-4 വർഷം കൊണ്ടൊക്കെ നല്ലോണം കായ്ക്കും. പ്ലാവാണെങ്കിൽ 3 വർഷം കൊണ്ട് കായ്ക്കും. ഇതേ നിൽക്കുന്നത് ഉണ്ട് പ്ലാവ്. അവിടെ നിൽപ്പുണ്ട്. പിന്നെ കടപ്ലാവുണ്ട്. പിന്നെ
നമ്മുടെ റോബസ്റ്റ പഴം ഏത്തവാഴയുണ്ട്, റോബസ്റ്റയുണ്ട്, പിന്നെ ഞാലിപ്പൂവനുണ്ട്. ഇതേ പ്ലാൻ തയ്ക്കണം. അപ്പോൾ ഞാനിത് നിർത്തിയിട്ട് പറിക്കാനുണ്ട്. ആ ഭാഗം ചെട്ടിക്കണ്ടം ഭാഗമാണ്, പാമ്പാക്കട ഭാഗമാണ്. ആ സ്ഥലമൊക്കെ നമ്മുടെ കൂട്ടുകാരൻ്റെ സ്ഥലമാണ്. ഓക്കെ 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 താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം. ഓക്കെ. പയർ ഇനിയും പറിക്കാൻ കിടക്കുകയാണ്. ഒരു 3-5 കിലോ പയറാണ്ട് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീതം വെച്ച് കൊടുക്കണം. ഓക്കേ.